റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഹൈജംപ് മത്സരത്തിനെതിരെ വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകി മത്സരിച്ച വിദ്യാർത്ഥിയുടെ രക്ഷിതാവ്. സീനിയർ പെൺകുട്ടികളുടെ ഹൈജമ്പിൽ 3ാം സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥി യോഗ്യത നേടിയത് കൃത്രിമ എൻട്രിയിലൂടെയാണെന്നാണ് പരാതി. 3ാം സ്ഥാനക്കാരിയെ അയോഗ്യയാക്കണമെന്ന പരാതിയിൽ പറയുന്നു. നേരത്തെ സ്കൂളിനെതിരെ അധ്യാപകരും പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. സുനിഷ അയലൂർ വിവരങ്ങളുമായി. സുനിഷ, അപ്പോൾ എന്താണ് സ്കൂൾ ഒളിമ്പിക്സിലെ പുതിയ പരാതി? സ്മൃതി ഈ പറഞ്ഞതുപോലെ സീനിയർ പെൺകുട്ടികളുടെ ഹൈജമ്പ് മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയത് ഐഡിയൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു. പക്ഷേ ഈ കുട്ടി എത്തിയിരുന്നത് അത് കൃത്രിമ എൻട്രിയിലൂടെ ആയിരുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ നമ്മളത് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അതിലൊരു പരിശോധന നടത്താമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് 4ാം സ്ഥാനം കിട്ടിയിരുന്ന ആലപ്പുഴയിലെ ഒരു വിദ്യാർത്ഥിനിയുടെ പിതാവ് ഇപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടർക്കും ഒപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടിക്കും പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ പറയുന്നത് ഈ വെങ്കലം നേടിയിരിക്കുന്ന പെൺകുട്ടിയെ, ഈ 3ാം സ്ഥാനക്കാരിയെ അയോഗ്യയാക്കണം എന്നുള്ളതാണ്. അയോഗ്യയാക്കിക്കൊണ്ട് അങ്ങനെയെങ്കിൽ 4ാം സ്ഥാനക്കാരിയായ ആളുകൾക്ക് സ്വാഭാവികമായും ഈ സ്ഥാനങ്ങളിൽ മാറ്റമുണ്ടാകുമല്ലോ. അത്തരത്തിൽ അയോഗ്യയാക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഉടൻ തന്നെ വേണം, പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകണം, അല്ലെങ്കിൽ അന്വേഷിച്ച് ഇതിലൊരു കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കി തരണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. ഏതായാലും വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നത് ഇതുമായി പരിശോധിക്കാനായി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൃത്യമായി എന്താണ് സംഭവിച്ചിരുന്നത്? നേരത്തെ അധ്യാപകർ പറഞ്ഞത് ഈ ജില്ലാ മത്സരത്തിൽ മെഡൽ ലഭിക്കാത്ത 1ഉം 2ഉം സ്ഥാനത്തില്ലാത്ത കുട്ടിയാണ് സംസ്ഥാന മീറ്റിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എവിടെയാണ് ആ എൻട്രി കിട്ടിയത്, ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നത് വ്യക്തമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു അന്വേഷണം ജില്ലാ തലത്തിലടക്കം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതിലൊരു നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോക്കുള്ളിൽ റിപ്പോർട്ട് ലഭിക്കും. അതിനുശേഷം ഈ 3ാം സ്ഥാനക്കാരി അയോഗ്യയാക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് കരുതുന്നത്. സ്മൃതി, സുനിഷ അയലൂരാണ് വിവരങ്ങൾ നൽകിയത്.